ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ബ്ലൗസാണ് ഡിസൈൻ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇതുപോലെയാണ് വരുന്നത്, ബാക്കിലാണ് കേട്ടോ ഓപ്പൺ വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ചെയ്യണം, അതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്യണം. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെ മുട്ടിന് മുകളിലായിട്ട് വരുന്ന ഒരു സ്ലീവാണ്. സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ കൂടി നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പം എളുപ്പത്തിൽ അതേപോലെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എങ്ങനെ നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലവർക്ക് ഇഷ്ടാവും, ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള ഡിസൈൻസ് ആണല്ലോ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ എന്നാലും നിങ്ങളിത് വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പം ഞാനിതൊരു നെക്ക് നമ്മുടെ ഫ്രെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ആര്യ വർക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ നമ്മുടെ നോർമൽ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും 2 ത്രെഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആര്യ വർക്ക് ചെയ്യാറ്, ഒരെണ്ണം ആയിട്ട് ഉപയോഗിക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ ആര്യ ത്രെഡും അല്ല ഉപയോഗിക്കുന്നത്, അതായത് ഗോൾഡൻ സെറി വരുന്ന ഒരു ത്രെഡ് ഉണ്ടല്ലോ, അതും അല്ല ഉപയോഗിക്കുന്നത്. ഇതുപോലെ നോർമൽ ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വർക്കുകളൊക്കെ ചെയ്യാറ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഇതുപോലെ ഈ ഒരു നൂല് കൊണ്ട് ചെയ്യാനാണ്. കാരണം ഇങ്ങനെ 2 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആവുകയും ചെയ്യും, പെട്ടെന്ന് അങ്ങനെ കേടുവന്ന് പോവേ പൊട്ടിപ്പോവേ അങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ 2 നൂലും ഞാൻ ഒരുമിച്ച് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നമ്മുടെ അടിയിൽ നിന്നും ആര്യ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മുകളിലോട്ട് ഇതുപോലെ കുത്തിയെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് ചെയ്ത് എനിക്ക് നല്ലപോലെ പ്രാക്ടീസായി. ഇത് പെട്ടെന്ന് എനിക്ക് 2 നൂലും നമ്മുടെ ആ ഒരു എന്താ പറയുക നീഡിൽ കിട്ടും. ചിലവർക്ക് ചിലപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങളൊക്കെ അറിയാത്തവർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 2 നൂലും ആ ഒരു കൊളുത്തിൽ, അതായത് ആ നീഡിലിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ കിട്ടിയെന്ന് വരില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കട്ട് ബീഡ്സ് കൊണ്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ്. ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു 2 എണ്ണം വെച്ചിട്ട് ഞാൻ ആര്യ വർക്ക് ചെയ്യുകയാണേ, അതായത് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 എണ്ണമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഞാനൊരു ഐഡിയ ആണ് തരുന്നത്, നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇനി എന്തൊക്കെ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡിസൈനിൽ നിന്നും കുറച്ചും കൂടി വ്യത്യാസം വരുത്തിയാൽ നല്ല ഭംഗി ഉണ്ടാവില്ല എന്നൊക്കെ ചിലപ്പോൾ കാണുന്ന നിങ്ങൾ ചിന്തിച്ചേക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ വീഡിയോയിലേക്ക് എനിക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഒരു ലൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ റൈസ് ബീഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ഇതുപോലെ അതിൻ്റെ ഇടയിൽ ഷുഗർ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബോർഡർ ഡിസൈൻ കിട്ടി കേട്ടോ. ഇനി നമ്മൾ ഒരു ലൈന് കൂടി നമ്മൾ ഈ മുത്ത് വെച്ചിട്ട് കേട്ടോ, ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വെച്ചിട്ട് ഒരു ലൈന് കൂടി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ത്രെഡ് വീണ്ടും നമ്മൾ മുകളിലോട്ട് കുത്തിയെടുത്തു. അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആര്യ വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒത്തിരി സമയമുണ്ട്, ഇതിപ്പോൾ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ മുത്ത് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് ഒന്നുകൂടി കാണാനായിട്ട് ഭംഗി കൂടുതൽ. സമയം ഒത്തിരി വേണം എങ്കിലും നമുക്ക് കുറച്ചുകൂടി കാണാനായിട്ട് ഭംഗി അങ്ങനെയാണ്. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേഗം തീരട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ ആ ഒരു ലൈന് മൊത്തം ഇതുപോലെ ആ ഒരു ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും വെച്ചിട്ട് ഒരു ലൈന് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാനായിട്ട് നമ്മുടെ നെക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കൂടുതൽ വർക്കൊന്നും വേണ്ട. ഇത്ര വർക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു ഡിസൈനിൽ നമുക്ക് നിർത്താം കേട്ടോ. ഞാനിവിടെ ഇനി തൊട്ട് താഴെയായിട്ട് ഒരു ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ നോർമൽ നീഡിൽ, അതായത് നമ്മൾ സാധാരണ സൂചി നൂലെടുക്കില്ലേ തുന്നാനായിട്ട്, അപ്പം ആ ഒരു സൂചി നൂല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ചെയ്ത് കൊടുത്ത ആ റൈസ് ബീഡിൻ്റെ തൊട്ടിപ്പുറത്തുനിന്നായിട്ട് ഒരു ഗ്യാപ്പ്, ഏകദേശം നമുക്കറിയാലോ ഒരു റൗണ്ട് എത്രത്തോളം വരുമെന്ന്, അതിനനുസരിച്ച് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ്, ഒരു സ്മാൾ സൈസിലുള്ളതാണ് കേട്ടോ, ഒത്തിരി വലുതല്ല. ഒത്തിരി വലുതെന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം വലിയ സൈസിലുള്ളതല്ല, സ്മാൾ സൈസിലുള്ള ഗോൾഡൻ ബീഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്.
വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ തൊട്ട് ഓരത്തുനിന്നായിട്ട് താഴോട്ടുനിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം 3, 4, 5, 6 എന്താ പറയുക ഗോൾഡൻ ബീഡ് നമ്മൾ കോർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ കുത്തിയെടുത്തത് അവിടെ തന്നെ ഇതിന് താഴോട്ടേക്ക് കുത്തി ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ആ നടുവിലിരിക്കുന്ന ഗോൾഡൻ ബീഡിൻ്റെ ചുറ്റും ഇങ്ങനെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് രണ്ട് ഗോൾഡൻ ബീഡുകളുടെ ഇടയിലൂടെ നമുക്ക് ഓരോ നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് കുത്തിയെടുക്കുക, എന്നിട്ട് ഉള്ളിലോട്ടാക്കിയിട്ട് കുത്തി ഇറക്കി കൊടുക്കുക. അങ്ങനെ അപ്പോഴാണല്ലോ ഒരു നോട്ട് കിട്ടുക, അതായത് ഒരു കെട്ട് പോലെ വന്ന് വീഴുക. കണ്ടില്ലേ, ഇപ്പോൾ വന്ന് വീണു. ഇനി അടുത്തത് തൊട്ടടുത്തുള്ള 2 ബീഡ്സ് മാറിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പുറത്തുനിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ആ 2 മുത്തുകൾക്കിടയിലൂടെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു കെട്ട് വീഴും കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ അതവിടെ സ്ട്രോങ് ആയിട്ട് നിന്നു. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറുകയൊന്നും ചെയ്യില്ല. ഇനി തൊട്ട് അപ്പുറത്തായിട്ട് നമ്മൾ റൈസ് ബീഡ് ഉണ്ടല്ലോ, അതും ഒരു ഗോൾഡൻ ബീഡും കോർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് കുത്തിയിറക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ റണ്ണിങ് സ്റ്റിച്ചൊക്കെ ചെയ്യില്ലേ, അതുപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡിസൈന്. ഇതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കാണാം. പിന്നൊരു സംഭവം ഉണ്ടായിട്ടോ. എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ, ഡിസൈൻ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടത് മൊത്തം ഞാനിപ്പോൾ ചെയ്തത് അത്രയും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു ഫ്ലവറും റൈസ് ബീഡും വെച്ചിട്ട്, അത് മാത്രം ഞാൻ ഒക്കെ ഒന്ന് അഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഓരോ എന്താ പറയുക, നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല, നമുക്കൊന്ന് വേറെ ഒന്ന് നോക്കാമെന്ന് ഉള്ള ഒരു രീതിയിലുണ്ടല്ലോ എല്ലാ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണോ? ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഏതെങ്കിലും ഒന്നും ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീണ്ടും ഞാനത് മാറ്റിയിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് എങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും എന്നൊക്കെ നമുക്ക് തോന്നിയിട്ട് നമ്മൾ വീണ്ടും അത് അതേപോലെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടി നല്ല ഭംഗിയിൽ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുക. അപ്പം ഞാനിത് വേഗം ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് വേറൊരു രീതിയിലുള്ളതാണ്. അതായത് നോർമലി എല്ലായിടത്തും കാണുന്ന പോലത്തെ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി അത് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ആ നൂല് അങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയണേ, നിങ്ങൾക്ക് ഏത് ഡിസൈനാണ്, മുന്നത്തെ ഡിസൈനാണോ ഈ ഒരു ഡിസൈനാണോ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ അടുത്തത് ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ റൈസ് ബീഡ്സും ഉണ്ട്. ഇതുപോലെ ഒരു ഷുഗർ ബീഡും റൈസ് ബീഡും എടുത്തിട്ട് ഒന്ന് വി ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഒരു ലീഫ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഷുഗർ ബീഡ്, ഒരു റൈസ് ബീഡ് അങ്ങനെ ഇതാക്കിയിട്ട് ഒരു വി ഷേപ്പിൽ ചെയ്തെടുത്തു. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് കുറച്ച് മുകളിൽ നിന്നായിട്ട് വീണ്ടും സൂചി കുത്തിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു ഷുഗർ ബീഡും ഒരു റൈസ് ബീഡും ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് താഴോട്ടേക്ക് ആക്കിയിട്ട് ഒന്ന് കുത്തിയിറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു ലീഫ് ഡിസൈൻ കിട്ടിയില്ലേ. ഇതേപോലത്തെ ടെക്നിക്ക് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ഗോൾഡൻ ബീഡ്സ് കൊണ്ടും ഒരു ലീഫ് ചെയ്തെടുക്കുകയാണ്. ഒരു ഷുഗർ ബീഡ്, ഒരു ഗോൾഡൻ ബീഡ്, അതിന് അതുപോലെ ഒന്ന് ചെരിച്ചിട്ട് വി ആയിട്ട് ഒരു വി ഷേപ്പിൽ ഒന്ന് തുന്നിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരറ്റം മുതൽ മറ്റേ അറ്റവും വരെ നമുക്കിത് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഡിസൈന് വേണ്ട, നമുക്ക് സിമ്പിളായിട്ടൊരു ഡിസൈൻ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ചെയ്തിട്ടുള്ള ആ ഒരു ബോർഡർ ഡിസൈൻ ഉണ്ടല്ലോ, അത് മാത്രമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് തോന്നില്ല. പക്ഷേ ഇതിൻ്റെ ഫുള്ള് ചെയ്ത് വരുമ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഫുള്ള് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇതിൻ്റെ സ്ലീവ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് കാണിച്ചു തരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നെക്കിലെ ഡിസൈൻ തന്നെയാണ് ഞാൻ സ്ലീവിലും ചെയ്തെടുത്തിട്ടുള്ളത്. അത് 2 ബോർഡറായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ ലുക്ക്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും അത് ചെയ്തെടുത്തു. നല്ല നീറ്റായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നോക്കി ഒരു വളവോ തിരിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും.
അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ സ്ലീവ് എങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഞാനത് എടുത്തിട്ടില്ല, കാരണം ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ശരിക്കുള്ള ബ്ലൗസിൻ്റെ ആ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കളറാണ്. നമ്മൾ നേരിട്ട് പുറത്ത് കൊടുത്തിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഉള്ളിലെടുക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കറുപ്പ് പോലെ, അതായത് ഒരു ഷെയ്ഡിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് കേട്ടോ നമ്മുടെ ശരിക്കുള്ള ഇത്. അപ്പോൾ ബ്ലൗസിൻ്റെ ഭംഗി കണ്ടില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നെക്കിൽ ചെയ്ത അതേ ഡിസൈൻ തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ച് വീതിയിലൊന്ന് ചെയ്തെടുത്തു. പിന്നെ ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ടുള്ള ഒരു ലീഫ് ഡിസൈന് നമ്മുടെ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സ്പ്രെഡായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.